നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വളരെയേറെ താല്പര്യത്തോടെ നോക്കി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. കുറച്ച് കാലം മുമ്പ് മാത്രമാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രാധാന്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ബി.ജെ.പിയുടെ മികച്ച വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ ഇത്തവണ UDF രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം നിർത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ പ്രമുഖനായ രമേശ് പിഷാരടിയാണ്. അതേസമയത്ത് CPM ആകട്ടെ പെട്ടെന്ന് തന്നെ ഒരു പുതിയ താരത്തെ, പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായ റസാഖിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് എങ്ങനെ പോകും എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത യഥാർത്ഥത്തിലുള്ള ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാട്ടെ ഇലക്ഷൻ വിശേഷങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത് ശ്രീ നിലിൻ കൃപാകരൻ, മാധ്യമ പ്രവർത്തകനാണ്. പാലക്കാട്ടെ എങ്ങനെയാ നമ്മുടെ മാങ്കൂട്ടത്തിലുള്ള വിഷയമൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പ്രശോഭ് വത്സന്റെ വിഷയം വീണ്ടും അത് ഷാഫി പറമ്പിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ അതൊരു വിഷയമാക്കി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലാണ് പ്രശോഭ് വത്സനെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ഷാഫിയുടെ അനുയായികളൊക്കെ ഇങ്ങനെ ആവുന്നു? ഷാഫി നല്ലവനാണെങ്കിൽ ഷാഫിയുടെ അനുയായികളും നല്ലതാവണ്ടേ എന്നൊക്കെ ശോഭ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും സജീവമായുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ലെഗസി നമുക്കറിയാം. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ എവിടെ മത്സരിക്കുന്ന അവിടെയൊക്കെ വലിയ വോട്ടുകൾ പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് മുമ്പ് അവർ 40,000 വോട്ട്, അതെ, 22,000 വോട്ടായിരുന്നു 2011 ഉദയഭാസ്കർ പിടിച്ചത്. അവിടെ നിന്ന് വലിയൊരു ജമ്പ് 40,000 വോട്ടിലേക്ക് എത്തിച്ചു. 2016 ബി.ജെ.പിക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് വോട്ട് വന്നിട്ടുണ്ട്. 2021 അതൊന്ന് കുറയുകയാണ് ചെയ്തത് മറ്റു മണ്ഡലങ്ങൾ. പക്ഷെ പാലക്കാട് എനിക്ക് തോന്നുന്നു 2021 ഒരു കുതിച്ചു കയറ്റം. അത് പക്ഷേ മറ്റേ നമ്മുടെ ശ്രീധരനാണ് അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ്. 50,000 വോട്ട് അല്ലെ, അതായത് 40,000 വോട്ടാണ് ഒരു ബേസ് വോട്ടായിട്ട്. 38,000 40,000 വോട്ടാണ് കുറച്ചു കാലമായിട്ട് ബി.ജെ.പിക്ക് അവിടെ ഉള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. പക്ഷെ ശ്രീധരൻ വന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, ആ ഒരു വോട്ട് അത് മാക്സിമം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റാണ് അത് ഉണ്ടാക്കി. 50,000 എത്തിച്ചു. 10,000-ത്തിലധികം വോട്ട് പിടിച്ചു. ഷാഫി ശരിക്കും വിറച്ചുപോയി. അവസാന നിമിഷം 4,000-ൽ താഴെയുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ കടന്നുകൂടി രക്ഷപ്പെട്ടത്. ശരിക്കും പാലക്കാട് ബി.ജെ.പിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് എന്ന് പറയുന്നത് രാജഗോപാൽ. കാരണം അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടെ വിക്ടോറിയ കോളേജിൽ പഠിച്ചിട്ട് അവിടെ വളർന്നു വന്ന് അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്താണ് പിന്നെ ജയിച്ചതെങ്കിലും പാലക്കാട് ഒത്തിരി തവണ മത്സരിച്ചു. രാജഗോപാലിന് പോലും 24% വോട്ടേ പാലക്കാട് കിട്ടി. പക്ഷെ അന്ന് ബി.ജെ.പിക്ക് യാതൊരു സ്കോപ്പും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോഴും ബി.ജെ.പി നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഇപ്പൊ പാലക്കാട് എന്ന് പറഞ്ഞാൽ UDFന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 55,000 വോട്ടെങ്കിലും അവർക്ക് ബേസ് വോട്ടായിട്ട് പാലക്കാട് അസംബ്ലി സെഗ്മെന്റിലുണ്ട്. അതിപ്പം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചുരുങ്ങിയത് ബേസ് വോട്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 58,000-ത്തിലധികം വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത്. അതിനു മുമ്പ് ഷാഫി 2016 ജയിച്ചപ്പോൾ 57,000, 2016 57,000. ഇപ്പൊ ഏറ്റവും ഒടുവിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ശ്രീധരനെതിരെ എന്നിട്ട് പോലും 54,000 വോട്ട്, 3,000 അപ്പം അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കേണ്ടതുണ്ട്. അതായത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 വോട്ടെങ്കിലും ശോഭ അഡീഷണൽ ആയിട്ട് പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ NMR റസാഖിന്റെ പെർഫോമൻസ് എങ്ങനെ വരുന്നു അതിനെ കൂടി ആശ്രയിച്ചിരിക്കും. പക്ഷെ എനിക്കൊന്ന് ബി.ജെ.പിയുടെ ഒരു പ്രോബ്ലം, ബി.ജെ.പി ഒരു നഗര പാർട്ടിയാണ് ശരിക്കും. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി ലീഡ് ചെയ്യും. പക്ഷെ കണ്ണാടി, പിരായിരി, ഈ സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ബി.ജെ.പി പിറകോട്ട് പോകും. അതിൽ പിരായിരിയിൽ ബി.ജെ.പി ഉണ്ട് നന്നായിട്ട്, 5,000-ത്തിലധികം വോട്ടൊക്കെ പിടിച്ചു. ബാക്കി 2 സ്ഥലത്തും വീക്കാണ്. CPM-ന്റെ സ്വാധീനം, CPM-ന്റെ കേന്ദ്രങ്ങളാണ്. പക്ഷെ ഇത്തവണ ശോഭ മത്സരിക്കുമ്പോൾ CPM-ന്റെ ട്രഡീഷണൽ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ ഇളക്കം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ആലപ്പുഴയിൽ ശോഭ എത്രത്തോളം വോട്ട് CPM ബാസ്റ്റ്യൻസിൽ നിന്ന് പിടിച്ചു എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇടവരുടെയൊക്കെ വോട്ട് നല്ല രീതിയിൽ ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പിരായിരി ഉണ്ട്, അതിനൊപ്പം മാത്തൂർ, കണ്ണാടി, ഈ 2 പഞ്ചായത്തുകളിൽ ബി.ജെ.പി മാക്സിമം വോട്ട് സമാഹരിക്കണം. അതായത് NMR റസാഖ് നിൽക്കുന്നത് കൊണ്ട്, NMR റസാഖ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് എത്രയാണെങ്കിലും. പക്ഷെ എനിക്കൊരു വേറൊരു സംശയം തോന്നുന്നത്, കാരണം ഈ ഒന്ന് പാലക്കാട്
ഈ CPM പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിരുന്ന സ്ഥലമാണ് ആദ്യമൊക്കെ. പിന്നെയാണ് CM സുന്ദരം തുടർച്ചയായിട്ട് ജയിച്ചത്. അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ഏരിയ. പക്ഷെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നൗഷാദിനെ ഇറക്കിയിട്ടാണ് അവര്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടാണ്. പാലക്കാട് മുസ്ലിം വോട്ട് ഇങ്ങനെ കൂടി വന്നു. 28-29% അറൌണ്ട് 30 ഉണ്ടെന്നാ പറയുന്നത്, 30%. അപ്പം ഇനി BJPക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ നഗരത്തിൽ നിന്ന് അതിന്റെ ഒരു മാക്സിമത്തിലേക്ക് BJP ഇനി കൂടുതൽ നേടാനുള്ള സാധ്യത 30,000 വോട്ടൊക്കെ BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ ശക്തമാവാതെ BJPക്ക് പാലക്കാട് ജയിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിങ്ങൾ N ബ്ലോക്കായിട്ട് UDFന് വോട്ട് ചെയ്തു. പക്ഷെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമൊക്കെ വന്നു, അങ്ങനെ ഒരു ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് N ബ്ലോക്കായിട്ട് LDFന് വോട്ട് ചെയ്താൽ LDF ജയിച്ചു. പക്ഷെ ആ ഒരു പ്രതീതി ജനിപ്പിക്കേണ്ട, അതായത് NMR റസാഖ് വിജയിക്കുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഫീൽ അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ക്യാമ്പയിനിൽ ആള് ആക്റ്റീവ് ആണ്, നല്ല രീതിയിൽ ചിരിച്ച് അധിക രാഷ്ട്രീയമൊന്നും പറയാതെ എല്ലാ മേഖലയിലും വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഹോട്ടൽ വ്യവസായി എന്നുള്ള രീതിയിൽ NMR ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ബിരിയാണിയാണ്. അപ്പൊ അതുകൊണ്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും NMR റസാഖ് മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണ്, ഡീലാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഈ മുസ്ലിം ബെൽറ്റിലൊക്കെ അത് വരുത്തി തീർച്ചയായിട്ടും. അത് ഈ ഷാഫി പറമ്പലിന്റെയൊക്കെ ഒരു ബ്രിഗേഡ് അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നു. അവർക്കാണെങ്കിൽ നല്ല സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ അറിയാം, മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെരഞ്ഞെടുപ്പ്, അവരുടെ ആ ഒരു ബ്രിഗേഡിന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ക്രൂഷ്യലാണ്. കാരണം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ, അത് ഷാഫി പറമ്പലിന് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഷാഫി പറമ്പലിന്റെ ഒരു സ്വന്തം സ്ഥലം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇപ്പം നെർച്ചർ ചെയ്ത് കൊണ്ട് നടക്കുകയാണ് പാലക്കാട്. അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയൊരു ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് എത്രത്തോളം വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഏത് വിധേനയും ജയിക്കേണ്ടത്, അതായത് ഇത്തവണ ഷാഫിയുടെ സ്ഥാനാർത്ഥി, ഇപ്പം പിഷാരടി ആണെങ്കിലും ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ്. ഷാഫി ഫൈനൽ യെസ് പറയാതെ ഒരാൾ അവിടെ ഇപ്പൊ നിർത്തില്ല പാലക്കാട്, അതാണ് സാഹചര്യം. അപ്പൊ ആ സ്ഥാനാർത്ഥി ജയിക്കാതിരുന്ന് ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ അത് ഷാഫിക്കും ഈ പറയുന്ന മാങ്കൂട്ടത്തിനൊക്കെയുള്ള ഒരു തിരിച്ചടിയായിരിക്കും. അപ്പൊ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഇപ്പോഴും തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്, വളരെ സജീവമായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളൊക്കെ ആക്റ്റീവാണ് ആള്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം UDF പരാജയപ്പെടുന്നു, BJP ജയിക്കുന്നു, ആ ഒരു സാഹചര്യം വന്നാൽ അത് ചേർത്ത് വായിക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ കൂടി. തിരിച്ചൊരു ആർഗ്യുമെന്റ്, പക്ഷെ എനിക്കത് അത്ര ശരിയാണോ തോന്നുന്നു. ഒരു ആർഗ്യുമെന്റ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ അല്ലാതെ ഒരാൾ അവിടുന്ന് ജയിച്ചാൽ അപ്പൊ അവർക്ക് പിന്നെ അത് അവരുടെ സീറ്റ് ആയി പോയില്ലേ, തോറ്റിട്ട് പിന്നെ അവർക്ക് ഷാഫി വന്നാലേ ജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രസക്തമായ സംഭവം തന്നെയാണ്. പക്ഷെ അത് ഇയാൾ എപ്പോ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തുന്ന ഒരാളാണെന്നാ പറയുന്നത്, രമേശ് പിഷാരടി. ഷാഫിക്ക് തിരിച്ച് മന്ത്രിയാവാം, കേരളത്തിൽ മന്ത്രിയാവാം എന്നുള്ളതാണല്ലോ ഒരു കോൺഗ്രസ് കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ പറ്റും, MP ആയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം കേരളത്തിൽ മന്ത്രിയാവണമെങ്കിൽ അയാൾക്ക് പാലക്കാട് നിന്ന് ജയിക്കണം. അപ്പൊ പാലക്കാട് നിന്ന് ജയിക്കണമെങ്കിൽ സേഫ് ആക്കി വെക്കാം, സേഫ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതി. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലോ, അതും ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും എത്താൻ പറ്റില്ല. അടിയൊഴുക്കുകൾ തന്നെയായിരിക്കും ഇത്തവണ നിർണായകമാകാൻ പോകുന്നത്. ഒന്ന്, ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇമേജ് ഉണ്ട്, അതായത് കുറച്ച് വോട്ട്, ഞാൻ ചോദിക്കുന്നത് കുറച്ച് വോട്ട് മുസ്ലിം വോട്ട് CPM പിടിക്കുകയാണെങ്കിൽ, റസാഖ് പിടിക്കുകയാണെങ്കിൽ ശോഭയ്ക്ക് ജയിക്കാൻ ഒരു സാധ്യത. ശോഭയ്ക്ക് ഒരു 5,000 വോട്ട് ശോഭ അധികം പിടിക്കുക, അതായത് ഒരു ശ്രീധരൻ പിടിച്ച വോട്ട് പിടിക്കുകയാണെങ്കിൽ ശോഭയ്ക്ക് ജയിക്കാൻ പറ്റില്ലേ? നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നത്. കാരണം ഒരു 15,000 വോട്ട് എങ്കിലും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിലവിലെ സാഹചര്യം, കാരണം മുസ്ലിം വോട്ട് അത്രയും നിർണായകമാണ്. അത് N ബ്ലോക്കായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് എന്തായാലും പോകും. BJPയെ പരാജയപ്പെടുത്തുക, പ്രത്യേകിച്ച് ശോഭ ഹൈ പ്രൊഫൈലായുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ശോഭ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാണ്. അപ്പം ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അല്ല, പക്ഷെ പാലക്കാട് സാധാരണക്കാരായ വോട്ടർമാർ അവരാലോചിക്കില്ലേ, ഒരു പ്രത്യേക മതവിഭാഗം, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ഒരു മതവിഭാഗം ഒരു വിചാരിക്കുന്ന ആള് തന്നെ ജയിക്കുമ്പം ഞങ്ങളൊക്കെ വെറുതെ നിൽക്കുന്നതാണെന്നുള്ളൊരു തോന്നൽ ഹിന്ദുക്കൾ അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാകും, ആ ഒരു അണ്ടർ കറന്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. കാരണം അത് മനസ്സിലാവുന്നില്ല, എവിഡന്റ് അല്ല, ആരും വ്യക്തമാക്കുന്നില്ല. ഒന്നാമതൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പം പാലക്കാട് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതിനുശേഷം ഒരു കൊല്ലം
ആകുമ്പോൾ തന്നെ ആളുടെ ആ ആ ഒരു അതെ മൊത്തം ഇഷ്യൂസ് അല്ല അയാളെ ജയിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ വലിയൊരു വിഭാഗത്തിനിടയിൽ സ്ത്രീ ഉണ്ടായിട്ടുണ്ടാവില്ലേ? വോട്ടർമാരെ അത് സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഒരു ആ ചോദ്യമായിട്ട് നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ യുവാക്കളുടെ വോട്ട്, സ്ത്രീകളുടെ വോട്ട്, ആ പ്രത്യേകിച്ച് ഇപ്പൊ പുരുഷ വോട്ട് ഒരു വലിയ തോതിൽ മറയാനുള്ള സാധ്യത കുറവ്. വളരെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ട് മണ്ഡലമാണ്, കുറവായിരിക്കും. പക്ക പൊളിറ്റിക്കൽ മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവ്. പക്ഷെ സ്ത്രീ വോട്ടർമാർ ശോഭാ സുരേന്ദ്രനിലേക്ക് ചായുമോ നല്ലൊരു ആ ശതമാനം, പ്രത്യേകിച്ച് CPM വോട്ട് ചെയ്യുന്ന ഇത് പല സ്ത്രീ വോട്ടർമാർ, പിന്നെ UDF തന്നെ ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഈ വിഷയമൊക്കെ സജീവമായിട്ട് ചർച്ചയാക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു മാറ്റം, അത് എത്രത്തോളം വരും, എത്രത്തോളം വോട്ട് ശോഭയ്ക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊരു നിർണായകമായിട്ടുള്ള ഒരു പക്ഷെ ഫാക്ടറാണ്. CPM സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അത് കാര്യമായിട്ട് മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. കാരണം ഇപ്പൊ പയ്യന്നൂര്, തളിപ്പറമ്പിലൊക്കെ റിബൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ പാർട്ടി നേതൃത്വം, അതായത് CPM കേഡർമാർ എന്ന് പറയാൻ പറ്റും. ചിലപ്പം അവരൊന്നും പാർട്ടി പ്രവർത്തകരാണല്ലോ, പക്ഷെ അടിയുറച്ച പാർട്ടിക്കാർ. അപ്പം അവര് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഈ പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഇത്തവണ അധികാരം എന്നാലേ പാർട്ടി ഉണ്ടാവും എന്ന് ധരിക്കുന്ന നല്ലൊരു യഥാർത്ഥ വിഭാഗമാണ്. പ്രവർത്തകർക്കിടയിൽ ആ ഒരു വികാരം വളരെ ഉണ്ട്, ശക്തമാണ്. ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു 35,000 വോട്ട് പാലക്കാട് കിട്ടുന്നതിനകത്ത് ഒരു 5,000 6,000 പേരെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ ആ വോട്ട് അവർ രമേഷ് പിഷാരടിക്ക് കൊടുക്കുവോ അല്ല ശോഭയ്ക്ക് കൊടുക്കുവോ? അതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം രമേശ് പിഷാരടി വളരെ ജനകീയമാണ്, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കളത്തിൽ ഇറങ്ങി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ കൊണ്ടുവരും, ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, അത് വലിയ തമാശയ്ക്കായി മാറിയിരുന്നു. മമ്മൂട്ടിയെ കൊണ്ടുവരാനാണ് ഇയാൾ മത്സരിക്കുന്നതെന്നൊക്കെ BJP-ക്കാരും CPM-മാരൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി വളരെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. തോമസ് ഐസക് ഇടയ്ക്ക് ഇദ്ദേഹത്തെ ഒന്ന് കടന്നാക്രമിച്ചു. അപ്പൊ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള കടന്നാക്രമണമൊക്കെ ആ ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ഒരു ശക്തി പകരാണ് ഉണ്ടാവുക. പൊതുവേ ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. അഖിൽ മാരാർ പറഞ്ഞു. അപ്പം നിലവിൽ ഈ രമേശ് പിഷാരടി വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. അപ്പം ഈ സ്ത്രീ വോട്ടർമാർ, അതുകൂടാതെ യുവാക്കളുടെ വോട്ട്, ഇത് എത്രത്തോളം ആര് പിടിക്കും കൂടുതൽ? ഒരു അൺഡിസൈഡഡ് വോട്ടേഴ്സ് ഉണ്ടാവില്ല ഇപ്പം സത്യത്തിൽ, അല്ലെ? അവരെങ്ങോട്ട് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള മനോരമയൊക്കെ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു പ്രവചനമൊക്കെ ആയിട്ട്. മനോരമ പറഞ്ഞിരിക്കുന്ന ശോഭ ജയിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലേ? പക്ഷെ ഞാനൊരു വേറൊരു സർവേയില് കണ്ടു, അവര് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു, ശോഭ ജയിക്കുന്നുണ്ടൊരു. അതില് സുരേന്ദ്രൻ ലീഡുണ്ട് ഇപ്പം മഞ്ചേശ്വരത്ത്, പാലക്കാട് ശോഭയ്ക്ക് ലീഡുണ്ട്. അങ്ങനെ 4 5 BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. പക്ഷെ പല സ്ഥലത്തും CPM-ന്റെ മേധാവിത്വമാണ്. ഞാൻ ടോട്ടൽ അത് കണക്ക് നോക്കിയതില്ല. അത് വീണ്ടും 2 ദിവസത്തിനുള്ളിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഒരു ഫാക്ടറായിട്ട് വരുന്നത് ശോഭാ സുരേന്ദ്രന് വേണ്ടത്ര പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം UDF ക്യാമ്പ് എന്നൊക്കെ അതൊരു പ്രചരണമാണ്. നന്നായിട്ട് ഇത്തവണ ജയിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് മത്സരിക്കുന്നത്. അതിന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ഒരുപക്ഷെ BJP ജയിച്ചു വന്നേക്കാം, കാരണം BJP-ക്കും അങ്ങനെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു വിവാദ നായകൻ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണങ്ങളൊക്കെ ശക്തമാകുക, അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി ബുദ്ധിമുട്ടുക, അവസാനം തള്ളിപ്പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി. അതേപോലെ തന്നെ കേരളത്തിൽ CPM 1-2 തവണ ജയിച്ചു. 1996-ലും 2006-ലൊക്കെ CPM ജയിച്ചിരുന്നെങ്കിലും CPM ഒരു 3ാം പാർട്ടി ആയ ഒരു സ്ഥലമാണ് പാലക്കാട്. 2016 മുതലാണ് ആരത് വന്നത്. 2014 ശോഭ സുരേന്ദ്രൻ NN കൃഷ്ണദാസിനെതിരെ മത്സരിച്ച് രണ്ടാമത് വന്നു. NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്തായി. NN കൃഷ്ണദാസ് അല്ലെങ്കിൽ പാലക്കാട് MP ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പൊ ഏതായാലും വലിയ ഒരു കനത്ത പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത്. നമുക്കൊരിക്കലും പ്രവചനാതീതം എന്നൊക്കെ പറയുന്നത് കറക്റ്റ് പാലക്കാട് അതാണ്. നമുക്കത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെ നമുക്ക് പാലക്കാട് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കാം.